ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഓക്കെ, എങ്കിലാണ് കൂടുതലും നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. നിങ്ങളുടെ ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി. സബ്സ്ക്രൈബേഴ്സിന് നന്ദി, വ്യൂവേഴ്സിന് നന്ദി. അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ റീഡിംഗ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കൂ. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക കേട്ടോ, അല്ലാത്തവർ വിട്ടുകളയുക. Be positive. നോക്കാം കാർഡുകൾ എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, 8 of cups, ace of wands, 4 of swords. ഈ 2 കാർഡുകൾ കൂടി എനിക്ക് തോന്നുന്നുണ്ട്, ഇതും കൂടി എടുക്കാം. ഓക്കെ, ബോട്ടം ഡെക്ക് 9 of cups ആണ്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻസ്, 4 ഓഫ് സോർട്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. എന്താ ഇത്? ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെയുണ്ട് ഇത് കാണുമ്പോൾ. ഫുൾ കപ്പ് എനർജിയാണ്. ഇമോഷണലി ഉള്ള ആൾക്കാരെയാണ് ഇവിടെ ഞാൻ കാണുന്നത് കൂടുതലും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെയുണ്ട് ഇത് കാണുമ്പോൾ. ഓക്കെ, എന്തായാലും നോക്കാം. ജനറൽ ഗൈഡൻസ് ആണ് എങ്കിലും നോക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, പക്ഷേ അതുപോലുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രപ്പോസൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഒരു തുടക്കമാണ്, അതായത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജനറൽ ഗൈഡൻസ് ആയതുകൊണ്ടാണ് പറയുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളിലേക്കൊരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വളരെ ഒരു റൊമാൻസ് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ. ചിലർക്കൊക്കെ ഒരവസരം, അവരിലേക്ക് മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പലരും വളരെയധികം അതായത് അവരുടെ ഉള്ളിലൊരു റൊമാൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുറമേയും വളരെയധികം ചാമിങ് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും തോന്നുന്നു തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ആണ് കാണുന്നത്. പക്ഷെ പതുക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എങ്കിലും നിങ്ങളിലേക്ക് വരാൻ വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു 10 ഓഫ് കപ്സിലേക്ക് നീട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം
നിങ്ങൾക്കൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐഡിയോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലോ ആണ് വരുന്നതെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് 10 ഓഫ് കപ്സ് ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം 10 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഫാമിലിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നല്ല നിമിഷങ്ങൾ നിങ്ങൾ പങ്കിടുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ 10 ഓഫ് കപ്സ് പറയുന്നത്. ഒരു ഐക്യം നിങ്ങളിലേക്ക് വരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ അലൈൻമെൻറ്റിലാവുന്നു. സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഒരു അലൈൻമെൻറ്റ് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നു, അത് സത്യമായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഫാമിലിയുമായിട്ട് പുറത്തു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയോ ചിലപ്പോൾ ഒന്ന് ചായ കുടിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഫാമിലി മൊത്തം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികളും വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് നിങ്ങൾ നല്ല നിമിഷങ്ങൾ, സന്തോഷമുള്ള നിമിഷങ്ങൾ പങ്കിടുന്നു. ചിലരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടാവും, ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഒരു ഫിലിമിനൊക്കെ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തുറസായിട്ടുള്ളൊരു സ്ഥലങ്ങളിലും ഒക്കെ നിങ്ങൾ പോയിരിക്കുന്നതോ കുട്ടികളുമൊത്ത് കളിക്കുന്നതോ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഫാമിലി പോലെ നിങ്ങൾ കാണുന്ന വ്യക്തികളുമായിട്ട് കൂടിച്ചേരാനോ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, എന്താണോ വർക്ക് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുമായിട്ട് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് വരുന്നു, മനസ്സിലായാലും നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുകൂടിയാണ്. ഫാമിലിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ജോലിയുടെ കാര്യത്തിലായിരിക്കും, ആ ഒരു രീതിയിലുള്ള ഒരു ഇത് കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. അടുത്ത 2 ഓഫ് കപ്സ് ആണ്. ചിലർക്കൊക്കെ റീയൂണിയൻ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. റീയൂണിയൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മ്യൂച്വലി അട്രാക്റ്റഡ് ആവുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനൊത്ത ഒരു വ്യക്തിയെ കാണുകയും ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടം പങ്കുവെക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്രപ്പോസ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. ഒരു പ്രപ്പോസൽ ഉണ്ടാവും. ചിലർക്കൊക്കെ ഒരു മാരേജിൻ്റെ കാർഡാണ്. ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ്, നല്ല രീതിയിലെ കണക്ഷൻ, ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചിലർക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് ഒരേ വേവ് ലെങ്ത്തുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സഹപ്രവർത്തകരെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ബാലൻസ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത്. അതാണ് 2 ഓഫ് കപ്സ്. ഓക്കെ, അടുത്തതും ഒരു എൻജോയ്മെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്. ഫുൾ പാർട്ടിയാണല്ലോ കാണുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സെലിബ്രേഷനാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സുമൊത്ത് നിങ്ങൾ പുറത്തു പോകുന്നതായിരിക്കാം, സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഒരു യാത്ര ചെയ്യുന്നതായിരിക്കാം, പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പായിരിക്കാം. എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടായിട്ട് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്, ഒരു പാർട്ടി വെക്കുന്നതായിരിക്കാം. കപ്പൊക്കെ ഉയർത്തിയിട്ടുള്ള പാർട്ടിയാണ്. ചിലപ്പോൾ ആ ഒരു രീതിയിൽ കപ്പൊക്കെ ഉയർത്തിയിട്ട് നല്ല രീതിയിൽ പാർട്ടിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടാവാം. ഡ്രിങ്ക്സൊക്കെ അവിടെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലൊരു എൻജോയ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ചിലർ നിങ്ങളുമൊത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന വ്യക്തികളുമായിട്ട് ചിലപ്പോൾ ഒരു കൂട്ടായ്മയിൽ ഏർപ്പെടുന്നതായിരിക്കാം. ഒരു കമ്മ്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള, നിങ്ങൾ കുറേ നാളായിട്ട് ചിലപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികൾ വന്നിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ, അപ്പം അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്കിന്ന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള രീതിയിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു സെലിബ്രേഷനാണ് ഇവിടെ കാണുന്നത്. ഹാപ്പിനെസ്
എല്ലാ രീതിയിലും നല്ലൊരു എൻജോയ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഒരു കൊളാബറേഷൻ കൂടിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ കൊളാബറേഷനിൽ വരുന്നു, നല്ല രീതിയിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ 3 ഓഫ് കപ്സ് പറയുന്നത്. ചിലർക്കൊക്കെ ഒരു തേർഡ് പാർട്ടി എൻട്രി കൂടിയാണ് ഇത് 3 ഓഫ് കപ്പ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി കടന്നു വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഇപ്പോൾ 2 പേരുടെ ഇടയിൽ മൂന്നാമത് ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ ഒരു തേർഡ് പാർട്ടി എൻട്രിയാണ് ഇവിടെ പറയുന്നത്. ചിലർക്കൊക്കെയാണ് പറയുന്നത്, ചിലരുടെ കാര്യത്തിൽ. ഓക്കെ, ഇതാണ് 3 ഓഫ് കപ്സിൻ്റെ എനർജി. അടുത്തത് വീണ്ടും ഒരു കപ്പ് എനർജി തന്നെയാണ്. ഇതൊക്കെ ഇമോഷണലി ഉള്ളതാണ് കേട്ടോ. ഈ കപ്പ് എനർജി എന്ന് പറയുമ്പോൾ ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലർക്കൊക്കെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ അതിൽ നിന്നും പിൻവാങ്ങി നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പുതിയൊരു യാത്രയാണ് കേട്ടോ. കാരണം ഇതുവരെയുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേദനിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക്, അതായത് ഇനി അതിലേക്ക് ഞാനില്ല, ഇനി ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ ഞാനില്ല എന്ന് വെച്ച് ഈ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി പുതിയൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങൾ പാഠം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ഗ്രഹണ സമയത്തിൽ നിന്നും മാറി നിങ്ങളിലേക്ക് പുതിയൊരു ഉദയം വരുന്നു എന്നുള്ളതാണ്. ലീവിങ് ബിഹൈൻഡ് ആണ്. നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അതുവരെ നിങ്ങൾക്ക് വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇമോഷണലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും, വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. 1 മിനിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും ഇവിടെ ആ ഒരു സമയമായിരിക്കും നിങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾ മറികടക്കുന്നു എന്നുള്ളതാണ്. അതിനുപേക്ഷിച്ച് പോകുന്നു. ചിലരൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇതുവരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നു, ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ടാണ് പലരും ആ ഒരു റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തായാലും ഇമോഷണലി ഉള്ള ഒരുപാട് ആൾക്കാരാണ് ഇവിടെ കാണുന്നത് എന്ന് തോന്നുന്നു. അതാണ് ഇത്രയും കപ്സ് എനർജി ഇവിടെ വന്നേക്കുന്നത്. അടുത്തത് ഏസ് ഓഫ് വാൺസ് ആണ്. ചിലർക്ക് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു നിങ്ങളുടെ പാഷനിലേക്കുള്ള ഒരു തുടക്കം ഡിവൈൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിൽ പുതിയ തരത്തിലൊരു പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജിയാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി, അതായത് എന്തെങ്കിലുമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പുതുനാമ്പുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് കൊണ്ടുതരുന്ന, യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്ന ഒരു തുടക്കമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു പാഷനായിരിക്കാം, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ചില വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നു. അതായത് ഈ ഒരു കാര്യം എനിക്കും ചെയ്യാമല്ലോ, എനിക്കത് ചെയ്യണം. മുമ്പ് നിങ്ങൾ പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് അതായത് പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുന്നു, ആഗ്രഹിക്കുന്നു, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ പുതിയ കോഴ്സൊക്കെ വരുന്നതായിരിക്കാം, പുതിയ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ടാരോ റീഡിംഗ് ഒക്കെ പഠിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള കോഴ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതുമായിരിക്കാം. ടാരോ റീഡിംഗ് തന്നെ ആവണമെന്നില്ല, ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതുപോലെ പല കോഴ്സുകളുമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്, ഒരു തുടക്കമാണ്. അടുത്ത 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. കുറേ പേരൊക്കെ ഇമോഷണലി
വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതിന് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ടാരോ റീഡിങ് കാണുകയും നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ടാരോ റീഡിങ് കണ്ട് പിന്നീട് ഇതിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്ത് വീണ്ടും കാണുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം നിങ്ങൾ യൂണിവേഴ്സ് എന്താണെന്ന് കേൾക്കുകയും ടാരോ എന്താണെന്ന് കേൾക്കുകയും ആദ്യമായിട്ട് കേൾക്കുകയും ഇവിടെ വന്നിരുന്ന് ടാരോ കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ റെസ്റ്റ് എടുക്കുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു റെസ്റ്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ എടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള എനർജിയാണ് ഇവിടെ 4 ഓഫ് സോർഡ്സ് പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു റെസ്റ്റാണിത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇമോഷണലി അത്രയും ബ്രോക്കൺ ആയിട്ട് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശക്തിയായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സലായിരിക്കാം, അതിൽ സറണ്ടർ ചെയ്തിട്ട് ഈ ഒരു ഇമോഷണലി ഉള്ള പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്തത് കൊണ്ടും നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം അതിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുതന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. കൂടുതലായിട്ടും നിങ്ങൾ ഡിവൈനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുക, പ്രാർത്ഥിക്കുക. ചിലരൊക്കെ അമ്പലത്തിൽ പോകുന്ന ഒരു എനർജി കൂടിയാണ്, അവിടെ എല്ലാം ആ ഒരു ദൈവത്തിൻ്റെ കാൽക്കൽ അർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഒരു റിന്യൂവലാണ്, അവർക്ക് മനസ്സിലാവുകയാണ് പുതിയൊരു തുടക്കമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആ ഒരു റെസ്റ്റാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ ചിലരൊക്കെ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കുക, നടുവേദനയോ കാലുവേദന, പുറം വേദനയൊക്കെ ആയിട്ട്, ബാക്ക് പെയിനൊക്കെ ആയിട്ട്, ഷോൾഡർ പെയിനൊക്കെ ആയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. ചിലർക്കൊക്കെ ഒരു മരണ വാർത്ത കേൾക്കാനോ അങ്ങനെയുള്ള ഒരു ഇത് കൂടിയാണ് കേട്ടോ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അറിയുന്ന അടുത്തുള്ള ആരെങ്കിലും അവരുടെ ഒരു മരണ വാർത്ത കേൾക്കാനുള്ള തരത്തിലുള്ള ഒരു ഇത് കൂടിയാണ് ഇവിടെ കാണുന്നത് 4 ഓഫ് സോർഡ്സ്. ഓക്കെ, ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കാനുള്ള ഇതും കൂടി ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ട് മാത്രം വളരെ കെയർഫുള്ളായിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു മുറിവ് പറ്റാനോ അങ്ങനെയുള്ളൊരു സാധ്യത കൂടെയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻഷ്യലി ആയിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലരൊക്കെ നിങ്ങൾക്ക് ഉള്ള സ്കില്ലിൽ അതിൻ്റെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് കൊണ്ടുതരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ അവസരം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. 9 ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജി ആയിട്ട് വന്നത്. അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ ആ ഒരു സക്സസ്സിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു, ഞാൻ എല്ലാം നേടി എന്നുള്ള രീതിയിൽ സക്സസ് ആയിട്ട് നിങ്ങൾ ഇന്നൊന്നും ചെയ്യാതെ ഇരിക്കുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിന്ന് ലക്ഷൂറിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള
നിങ്ങൾ നേടിയിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയാലും ഇമോഷണൽ സ്റ്റെബിലിറ്റി ആയാലും അതിൽ നിങ്ങൾ നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വീണ്ടും കപ്പ് എനർജി തന്നെയാണ് കേട്ടോ. 6 ഓഫ് കപ്പാണ് ഇതിൻ്റെ ഇടയിൽ. ഇവിടെ ഒരു റിയൂണിയൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മുന്നേ വിട്ടുപോയുള്ള വ്യക്തികൾ വീണ്ടും തിരിച്ചു വരുന്നതോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളൊരു ബ്രദറെ പോലെയോ അല്ലെങ്കിൽ സിസ്റ്ററെ പോലെയോ കാണുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഒരു നൊസ്റ്റാൾജിയ ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ അടുത്തിരിക്കുകയും സംസാരിക്കുകയും പഴയകാല ഓർമ്മകൾ പങ്കിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 6 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഒരുപാട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. മാക്സിമം സ്പീഡിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഏഞ്ചൽസിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾ ചോദിക്കുക. നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാത്രമാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 4 ഓഫ് സോർട്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഇമോഷണലി സ്റ്റേബിൾ ആവുക, കൂടുതൽ വെള്ളം കുടിക്കുക, എന്തെങ്കിലും ആക്ടിവിറ്റീസ് പങ്കെടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ളവരോട് സംസാരിക്കുക. ഒരു ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. വേണമെങ്കിൽ ചെറിയൊരു യാത്രയൊക്കെ പോവുക ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്. ഓക്കെ, ഏഞ്ചൽസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നത് നോക്കാം. യെസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് ഒരു യെസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിലും റൊമാൻസ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു റൊമാൻസിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വെറുതെ അല്ല ഇവിടെ കപ്പ് എനർജി വന്നത്. അപ്പോൾ ഏഞ്ചൽസ് തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ റൊമാൻസിന് നല്ലൊരു സമയമാണ്, നിങ്ങളിലേക്ക് നല്ലൊരു റൊമാൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും റൊമാൻസ് എല്ലാം റൊമാൻസ് തന്നെയാണ്. നോക്കാം. നോ നീഡ് ടു വറി. അപ്പോൾ ഇവിടെ ആയിരിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് ഇങ്ങനൊരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാകും. നോ നീഡ് ടു വറി. എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ശക്തി നേടുക, അതിന് മെഡിറ്റേഷൻ ചെയ്യുക, പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക. റിമെയിൻ പോസിറ്റീവ്. അതുതന്നെയാണ് നിങ്ങളോട് പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. റിമെയിൻ പോസിറ്റീവായിട്ടിരിക്കൂ, എല്ലാം ശരിയാകും. ഓക്കെ, ഈ സമയവും കടന്നു പോകും, എല്ലാം ശരിയാവും. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട്. കുറച്ചാഴ്ചകൾക്കുള്ളിൽ നിങ്ങളിലേക്ക് നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഇനി റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ചിൽഡ്രൻ. യെസ്, കഴിഞ്ഞ റീഡിങ്ങിൽ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ ഒരു ഫാക്ടറാണ് കേട്ടോ ചിൽഡ്രൻ. കുട്ടികൾ നിങ്ങളുടെ ലൈവ് ലൈഫിൽ അവർക്ക് ഒരു നിങ്ങളുടെ ലൈവ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ആയിരിക്കാം ഇവിടെ എന്നാണ് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ്, കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ അവർക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്ലേഫുൾനെസ്. ടു റീക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ. ഓക്കെ, പ്ലേഫുൾനെസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റൊമാൻസ് നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു യുവത്വം
ആ ഒരു സ്പിരിറ്റിൻ്റെ യുവത്വം അല്ലേ, എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ചെറുപ്പം ഉണ്ടാവും, ഒരു യുവത്വം ഉണ്ടാവും. അതിനെ ഷൈൻ ചെയ്യാൻ വിടുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്ലേഫുൾനെസ്. അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ ഒരു യൂത്തായിട്ട് ഷൈൻ ചെയ്യുക. ഇതാണ് പ്ലേഫുൾനെസ് പറയുന്നത്. ഇപ്പോൾ റൊമാൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, സോൾമേറ്റ് ഈ കാർഡും കഴിഞ്ഞ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. സോൾമേറ്റ്സ് ആകുമ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാം. അതുകൊണ്ട് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള ചാൻസ് ആണ്. നിങ്ങൾക്കത് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക, സോൾമേറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ സോൾമേറ്റ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് കാണിക്കുന്നത്. റിലീസ് യുവർ എക്സ്. ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. അപ്പോൾ നിങ്ങളുടെ എക്സിനെ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് വേണ്ടാത്ത ബന്ധമാണെങ്കിൽ അതിനങ്ങ് റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എനർജി എങ്കിലാണ് ക്ലിയർ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, പിന്നെ എന്തിനു ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും, കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അലോ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നിർത്തുക, അതിനെ ലെറ്റ് ഗോ ചെയ്യുക, നാച്ചുറലായിട്ട് അതിനെ ഫ്ലോ ചെയ്യാൻ വിടുക നിങ്ങളുടെ റൊമാൻസിനെ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്, റൊമാൻസ് ഏഞ്ചൽസ്. ഓക്കെ, ഇതാണ് റൊമാൻസ് റീഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ് വരുന്നത്. റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കും എല്ലാവർക്കുള്ള ഗൈഡൻസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യൂണിവേഴ്സിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ റിയൂണിയനൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പണവും വരുന്നുണ്ട്. ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ. പിന്നെ പുതിയ അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ വേണ്ടാതെ ഹോൾഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോവുക. ഇവിടെ നിങ്ങളൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയാനുള്ളത്. സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, എല്ലാ യൂണിവേഴ്സിലും അങ്ങ് ഏൽപ്പിക്കുക. വേണ്ടാത്തതായിട്ടുള്ള കാര്യമാണ്, അത് പോയിട്ട് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ളത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് ഇതാവുമ്പോൾ നമ്മളെ സ്പേസ് എന്താവും, പ്രശ്നമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ടാണ് പുതിയത് അതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, യൂണിവേഴ്സ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അനുവദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്തിട്ട് ഫോർഗീവ് ചെയ്ത് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോഴാണ് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് അവിടത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻസ് മാത്രമല്ല, ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, മറ്റ് വ്യക്തിബന്ധങ്ങളായാലും അറിവായാലും സമ്പത്തായാലും ആരോഗ്യമായാലും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റായിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്തതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യണം, കളയണം. അവിടുന്ന് ലെറ്റ് ഗോ ചെയ്യണം. അതിനെ യൂണിവേഴ്സിലേക്ക് അങ്ങ് വിടണം. അതിനെ ഫോർഗീവ് ചെയ്ത് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവും. അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരിക. ചിലപ്പോൾ നിങ്ങൾ ഉള്ള കാര്യം തന്നെ അതിൻ്റെ വേണ്ടാത്ത വേർഷൻ കളഞ്ഞ് അത് പുതിയ രീതിയിൽ നല്ല വേർഷനാക്കിയിട്ട് നിങ്ങളിലേക്ക് തരും. അല്ലെങ്കിൽ അത് വേണ്ട, അത് നിനക്ക് വേണ്ടാത്തതാണ്, നിന്നിലേക്ക് പുതിയത് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് യൂണിവേഴ്സ് വേറെ നല്ലൊരു രീതിയിലുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഏത് കാര്യമായാലും, പണമായാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വാല്യൂ തരാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഒരാൾ തരണമെങ്കിൽ ആദ്യം നിങ്ങളെ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം. നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് കെയർ ചെയ്യണം, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊണ്ടുവരണം. നിങ്ങളുടെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എങ്കിലാണ് മറ്റുള്ളവരും എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക നിങ്ങളെ. ഓക്കെ, അപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നിടത്ത് മാത്രം കോംപ്രമൈസ് ചെയ്യുക. നോ പറയേണ്ടടുത്തേക്ക് നോ പറയുക. ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ആഘോഷിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ആഘോഷിക്കുക. എന്നുവെച്ചാൽ മതിമറന്ന് ആഘോഷിച്ച് പ്രശ്നങ്ങളൊന്നും പോയി പെടുകയൊന്നും വേണ്ട. ആഘോഷിക്കാൻ തോന്നുന്ന സമയത്ത് ആഘോഷിക്കുക. ഒരു യാത്ര പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പോയിൻ്റ് അവിടെ കാണും. അപ്പോൾ ആ ഹൈ പോയിൻറ്റും കൂടി എന്ത് ചെയ്യുക, ഒന്ന് അവിടെ നിന്ന് പോയിൻറ്റും കൂടെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് കൂടുതൽ പേരിലേക്ക് റീഡിങ്ങുകളൊക്കെ എത്തുന്നത്, വീഡിയോസ് എത്തുന്നത്. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി മാറി അവർക്ക് ഒരു ആശ്വാസം പകരാനും അവർക്ക് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നത്. അതൊരു ഗുഡ് കർമ്മയാണ്. അതൊന്ന് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബി പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.